അങ്ങനെ നമ്മൾ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ടിറങ്ങി. അവിടെ ഉത്സവത്തിൻ്റെ ഒരു ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യത്തിൻ്റെ സിംഹാസനത്തിയപ്പോൾ അദ്ദേഹം ഈ വടക്കുംനാഥ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം കാരണം അദ്ദേഹം കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനം തൃപ്പൂണിത്തുറയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇന്ന് യാത്ര തിരിക്കുകയാണ്. ഹായ്. അപ്പോൾ ഞാനങ്ങനെ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ഏകദേശം ഒരു 11:30-12 മണി സമയമായി. രാത്രിയിൽ 11:30 കഴിഞ്ഞു എത്തിയപ്പോൾ. അപ്പോൾ രാവിലെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും എണീറ്റുടനെ പാലില്ല, പച്ചക്കറി ഇല്ലെന്ന് പറഞ്ഞിട്ട് പെണ്ണുമ്പിള്ള പറഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. നല്ല ഉറക്കത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സാധനം എല്ലാം വീട്ടിൽ വാങ്ങിച്ചു കൊടുത്തേച്ച് വന്നിടുന്ന സുഖമായിട്ട് ഒന്നുകൂടെ ഉറങ്ങണം. അപ്പോൾ നമ്മുടെ പിന്നെ വാഴ, അന്ന് പണ്ട് കൃഷി ചെയ്ത വാഴയിൽ ആകെ ഒരു വാഴ ഇതുവരെ നട്ടിട്ടുള്ളൂ, ബാക്കി വാഴയൊന്നും നട്ടിട്ടില്ല. അപ്പോൾ ഇന്നിനി പറ്റുകയാണെങ്കിൽ ബാക്കി 3 വാഴയും കൂടെ നടണം. നോക്കാം. അപ്പോൾ ആദ്യം പച്ചക്കറിയും വാങ്ങിച്ചോണ്ടോട്ടെ. അപ്പം ഞാനങ്ങനെ പച്ചക്കറിയും പാലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അയ്യോ, നോക്കട്ടെ. രാവിലെ കണ്ടില്ലേ, നമ്മുടെ ബെല്ലക്കുട്ടൻ എൻ്റെ പുറകെ നടപ്പുണ്ട്. അവനെ കടിക്കാൻ വേണ്ടിയിട്ട് നടക്കുക. അവൻ്റെ കടി ഇതുവരെ മാറിയിട്ടില്ല. അയ്യോ, പച്ചക്കറി ഉണ്ട്, ചീര, പയറ്, പാല്, ഇതെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് നേരം ചെല്ലക്കിളിയുടെ കൂടെ കളിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി. അയ്യോ, ബെല്ലക്കുട്ടൻ്റെ കലാപരിപാടികളോ. അപ്പം ഇനിയും കുറച്ച് നേരം ചെല്ലക്കിളിയുടെ കൂടെ കളിക്കാം. ചെല്ലക്കിളി കണ്ടോ, എൻ്റെ ചെരുപ്പ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ. ആശാൻ്റെ കുരുത്തക്കേട് കണ്ടില്ലേ? ഇതുവരെയായിട്ടും എൻ്റെ കുരുത്തക്കേട് മാറിയിട്ടില്ല. 6 മാസം പ്രായമല്ലേ ആയിട്ടുള്ളൂ. കണ്ടില്ലേ, കളിയോടെ കളിയാ. ചട്ടമ്പിത്തരത്തിന് ഒരു കുറവില്ല. ഇവനുണ്ടെങ്കിൽ ഇവൻ്റെ കൂടെ കുറച്ച് നേരം ഞാൻ ഇവിടെ ഉള്ള സമയത്ത് കളിക്കും. അതൊരു പ്രത്യേക രസമാണ്. നമുക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറി. എന്തായാലും മനുഷ്യനേക്കാൾ നന്ദിയുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇത്രയും നന്ദിയുള്ള ഒരു ജീവി, പാവം. കളിയാ മതിയാ കളിച്ചത്, മതിയാ കളിച്ചത്. ഇവൻ എത്ര നേരം കളിച്ചാലും മതി കളിച്ചില്ല. ഓ, ആരുമില്ല, ആരുമില്ല. ഇനി പോരെ, ഇനി പോരെ, ഇനി പോരെ, ആരുമില്ല. ബെല്ലക്കുട്ടൻ ഗേറ്റിൻ്റെ അവിടെ ആരോ വന്നതിന് ഓടിപ്പോയതാ. അവന് എന്തെങ്കിലുമൊക്കെ വണ്ടിയോ ആളുകളോ ഒക്കെ ഗേറ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഓടി ഗേറ്റിൻ്റെ അവിടെ ചെല്ലും.
ഓ, ഗേറ്റിൻ്റെ അവിടോട്ട് നോക്കി നിൽക്കുക, കണ്ടില്ലേ ചട്ടമ്പി ഇവിടെ. അവൻ്റെ കളി ഇതുവരെ മാറിയിട്ടില്ല, ഭയങ്കര കളിയാ. ഇവനെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കണ്ട, ഒന്നുമില്ല, ഇത് ടെന്നീസ് ബോളാ, പക്ഷെ ഇതാകുമ്പോൾ ഭയങ്കര കളിയാ. ഇവിടെ കൊണ്ടുവാ. ഓ, ഇതാണ് ചെല്ലക്കിളിയുടെ പരിപാടികൾ. ഇപ്പോൾ നമുക്ക് നോക്കട്ടെ. പിന്നെ നമ്മുടെ വാഴ എന്തായെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ പെണ്ണുമ്പിള്ളയുടെ പിന്നെ പരിപാടികളാണ്. നമുക്കങ്ങനെ ചെടികളും കാര്യങ്ങളൊന്നും, ഞാൻ ചെടിയൊന്നും നട്ടിട്ടില്ല, ഇതെല്ലാം പെണ്ണുമ്പിള്ള നട്ട ചെടികളാണ്. കണ്ടില്ലേ? ഇഷ്ടം പോലെ ഇത് കണ്ടില്ലേ നമ്മുടെ വാഴക്കുട്ടന്മാർ, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച വാഴക്കുട്ടന്മാർ കണ്ടില്ലേ? അത് ഇന്ന് നമുക്ക് നടണം. നമ്മൾ നട്ട ഒരു വാഴയാണ്. അതെന്തായാലും കുരങ്ങന്മാരൊന്നും ശല്യം ചെയ്തിട്ടില്ല, നല്ല ഗ്രാൻഡായിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ അപ്പുറത്തൊരെണ്ണം നട്ടിരുന്നു, കണ്ടില്ലേ? അത് നേരത്തെ നട്ട വാഴയാണ്, പക്ഷേ അത് പിന്നെ വീണ്ടും വന്ന് കുരങ്ങതിനെ ശരിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് ജീവൻ വെച്ച് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കിയുള്ള 4 വാഴയും കൂടെ നടണം. ഇന്ന് സത്യത്തിൽ ഞാൻ ഒരാവശ്യമായിട്ട് ബന്ധപ്പെട്ട് ചെങ്ങന്നൂരൊക്കെ പോകണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ ഇന്ന് അവിടെ ആൾ വരത്തില്ലെന്ന് പറഞ്ഞു, അതായത് ഒരു കിണർ കുഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ കുഴിക്കാനുള്ള ആൾ ഇന്ന് വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പം വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു വാഴ നടാമെന്ന്. ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വാഴയൊക്കെ നട്ട് തുടങ്ങാം. നമ്മുടെ ചെല്ലക്കിളിക്ക് ആഹാരമൊക്കെ കൊടുത്തു അങ്ങനെ, എന്നിട്ട് അവനെ അങ്ങനെ കൂട്ടിലൊക്കെ കയറ്റി, ചെല്ലക്കിളി അങ്ങനെ കൂട്ടിലൊക്കെ നയിക്കുക. അപ്പോൾ ഇനി നമുക്ക് കൃഷിയുടെ കാര്യത്തിലോട്ട് കിടക്കാം, വാഴ കൃഷിയുടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് നടാൻ ഉദ്ദേശിക്കുന്ന ഇത് ഇപ്പോൾ ഒരെണ്ണം നമ്മളിവിടെ നട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നടാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തോട്ട് നടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ? ഈ സ്ഥലത്ത് നടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നട്ടു തുടങ്ങാം. ഇതൊക്കെ കുന്നംപിള്ളയുടെ കൃഷി സാധനങ്ങളാണ്. കുറേ ചെടിയൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ട്, ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തൽക്കാലം ഒന്ന് മാറ്റിയിട്ട് ഒരു ചെടി, ഇത് പക്ഷെ നല്ലൊരു ചെടിയാണ്, നമുക്ക് കളയണ്ട, കണ്ടില്ലേ? നല്ലൊരു ചെടിയാണ്. അപ്പോൾ ഇതിങ്ങോട്ട് അങ്ങനെ മാറ്റി നിർത്താം. അയ്യോ, അത് ഒടിഞ്ഞു പോയി, ആ ചെടി ഒടിഞ്ഞു പോയി. അയ്യോ, നല്ല ഭംഗിയായിട്ട്. കുഴപ്പമില്ല, എന്തായാലും ഇവിടെ ഇട്ടിരിക്കട്ടെ. കുറച്ചുകൂടെ ഒന്ന് മണ്ണ് നീക്കിയിട്ട് അത് നൂത്ത് വെച്ചിട്ടുണ്ട്.
നേരത്തെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ പിന്നെ ഞാൻ നേരത്തെ ഒരു വാഴ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ ചവറും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം ഒരു 1.5 അടി സ്ക്വയറിൽ കുഴിയെടുത്തതിന് ശേഷം അതിനടിയിൽ ചവറൊക്കെ ഇട്ടെല്ലാം മൂടി. അതിനുശേഷം ഒരു വാഴ നട്ടിരുന്നതാണ്. അപ്പോൾ ആ വാഴ ഇപ്പം പോയി. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴി എടുക്കേണ്ട കാര്യമില്ല. ഒരു ഇത്രയും കുഴി എടുത്താൽ മതിയാവും. കണ്ടില്ലേ, ഇതാ ഒരു ഇത്രയും കുഴി മതിയാവും. കണ്ടില്ലേ, ഏകദേശം ഇത്രയും കുഴി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്ത് ഞാൻ അന്ന് കൊണ്ടുവന്ന കുറച്ച് പൊടികൾ, എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ ചേർത്ത് ഇതിനകത്ത് ഇട്ടേച്ച് നമുക്ക് വാഴ നടാം. ആദ്യം നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യത്തെ പരിപാടി ഇതിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കും. ആദ്യം ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് വാഴ വെച്ചതിന് ശേഷവും നമുക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണം. ഇനി അടുത്തത് ഇത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ ചേർത്ത മിശ്രിതമാണ്. നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തു. നമുക്കപ്പം ഈ വാഴക്കുട്ടനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ ഒക്കെ ആദ്യം അഴിച്ചെടുക്കാം. മണ്ണ് അതിനകത്ത് തന്നെ കിടക്കും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വാഴ നമുക്ക് ഇന്നിപ്പം ഇവിടെ നടാം. പക്ഷേ കുഴി ഇത്തിരി അന്ന് ചവറെല്ലാം കൂടി ഇട്ട കുഴി, ചവറെല്ലാം കൂടെ വീണ് സ്വല്പം വീണ്ടും കുഴി ആയിട്ടുണ്ട്. ചവറായതുകൊണ്ടേ മണ്ണങ്ങ് ഇടിഞ്ഞ് കാണും മഴയൊക്കെ. നമുക്ക് കുറച്ച് മണ്ണ് ചുറ്റിനൊന്നും വെട്ടിക്കോരിയിട്ടേ പറ്റുള്ളൂ. ചുറ്റിനൊന്നും മണ്ണ് വെട്ടിക്കോരിയിട്ട് കഴിയുമ്പം ഇതൊരു തടം പോലെ ആയിക്കോളും. ഇത് നന്നായിരിക്കും. അയ്യോ, ഇല ഒടിഞ്ഞു പോയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വാഴക്കുട്ടനും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആകെ പേടിയുള്ള ഒരു സാധനം കുരങ്ങ് മാത്രമേ ഉള്ളൂ. കുരങ്ങിനെയാണ് പേടിക്കേണ്ടത്. എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അടുത്തത് 2 വാഴത്തൈകളുണ്ട്. അപ്പോൾ അത് നമുക്കിനി കുറച്ച് കഴിഞ്ഞ് നടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട്, അടുത്ത വാഴനടിയിലുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.